നമസ്കാരം, ഞാൻ ഗണേശ തിരുമേനി, ഹരിഹരമഠം, കൊല്ലം. ഇന്ന് സമൂഹത്തിൽ വളരെ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുന്ന ഒരു വിഷയത്തെ പറ്റിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഒരു മരണം സംഭവിച്ചാൽ ഒരു വർഷക്കാലം കഴിയാതെ ക്ഷേത്രങ്ങളിൽ പോയി പൊങ്കാല സമർപ്പിക്കാൻ പറ്റുമോ? വീടുകളിൽ പറ എഴുന്നള്ളത്തുകൾ വരുന്നതിൽ തെറ്റുണ്ടോ? മരണം കഴിഞ്ഞ് ഒരു വർഷം കഴിയാതെ മഹാക്ഷേത്രങ്ങളിൽ പോവാൻ വിധിയുണ്ടോ? അതുപോലെ മരിച്ച ആൾക്കാരുടെ ഫോട്ടോ വീട്ടിൽ സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുമോ? അവരുപയോഗിച്ച സാധനങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുമോ? ഒരു മരണം സംഭവിച്ചാൽ എപ്പോൾ മുതൽക്കാണ് പുല ആരംഭിക്കുന്നത്? തുടങ്ങി ഒട്ടനവധി സംശയങ്ങൾ ഒരു മരണവുമായി ബന്ധപ്പെട്ട് അതിനെ ചുറ്റിപ്പറ്റി ഒട്ടനവധി തെറ്റിദ്ധാരണകളും പരക്കുന്നുണ്ട്. ആദ്യം, ഒരു മരണം സംഭവിച്ചാൽ പുല ആചരണം ആരംഭിക്കുന്നത് ഒരാൾ മരണപ്പെട്ട് അയാളുടെ ശവസംസ്കാരം നടന്നതിന് ശേഷം മുതലാണ് പുല ആചരണം ആരംഭിക്കുന്നത്. കാരണം ഒരു വ്യക്തിയുടെ ശരീരത്ത് കുടികൊള്ളുന്ന പഞ്ചപ്രാണാംശങ്ങളാകുന്ന പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ തുടങ്ങിയ പഞ്ചപ്രാണനുകളിൽ വളരെ പ്രാധാന്യമുള്ള പ്രാണൻ എന്ന വായുവിന്റെ ഉപവായുവായ ധനുഞ്ജയൻ, ഈ ധനുഞ്ജയൻ ദഹനം നടക്കുന്ന സമയത്ത് ഹൃദയം ദഹിക്കുമ്പോഴാണ് ഈ ധനുഞ്ജയൻ എന്ന ഉപവായു പുറത്തു വരുന്നത്. ഈ ഉപവായു പുറത്തു വരുമ്പോഴാണ് ബന്ധുമിത്രാദികൾക്ക്, രക്തബന്ധമുള്ളവർക്ക് പുല എന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത്. അപ്പൊ ഈ പുലാചരണം അതുകൊണ്ട് തന്നെ ആ സമയത്താണ് ആരംഭിക്കുന്നത്. ഒരു ആൾ മരണപ്പെട്ട് അയാളുടെ ദഹന പ്രക്രിയ കഴിഞ്ഞതിന് ശേഷമാണ് പുലയാചരണം നടക്കുന്നത്. പിന്നീട് പുല ആചരിക്കുന്നത് 16 ദിനരാത്രങ്ങളാണ്. ഈ 16 ദിനരാത്രങ്ങൾ പൂർത്തിയായതിനു ശേഷം ആ കുടുംബത്തുള്ളവർക്ക് ഏത് മഹാക്ഷേത്രങ്ങളിലും ദർശനം നടത്താവുന്നതും പൊങ്കാല സമർപ്പിക്കാവുന്നതും ആ ഭവനത്തിൽ എഴുന്നള്ളത്ത് തുടങ്ങിയ ചടങ്ങുകൾക്ക് വേണ്ട സ്വീകരണങ്ങൾ നൽകാവുന്നതും ആണ്. പണ്ട് അത്തരത്തിലുള്ള ഒരു കീഴാചാരം നിലനിൽക്കാനുള്ള പ്രധാന കാരണം, പണ്ട് കാലത്ത് ഒരു മരണം സംഭവിച്ചാല് ഒരു വർഷക്കാലം അസ്ഥി ആ വീട്ടിൽ സൂക്ഷിക്കുന്ന ഒരു ചിട്ടയുണ്ടായിരുന്നു. ഒരാണ്ട് കഴിഞ്ഞ ശേഷമേ ഈ അസ്ഥി കൊണ്ടുപോയി നിമജ്ജനം ചെയ്യത്തുള്ളായിരുന്നു. അത്തരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മഹാക്ഷേത്ര ദർശനമാണെങ്കിലും പൊങ്കാലയാണെങ്കിലും മറ്റുള്ള പ്രധാന ചടങ്ങുകൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ളൂ. എന്നാൽ 5നോ അല്ലെങ്കിൽ 16നോ കൊണ്ട് അസ്ഥി നിമജ്ജനം ചെയ്യുകയാണ് എങ്കിൽ ആ പുലാചരണം തീരുന്നതോടുകൂടി എല്ലാ അശുദ്ധ്യാദികളും പൂർത്തിയാവുകയും പിന്നീട് മഹാക്ഷേത്ര ദർശനവും മറ്റു കാര്യങ്ങളും എല്ലാം നടത്തുന്നതിന് യാതൊരുവിധ ആചാര തടസ്സങ്ങളുമില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. പിന്നീട് മറ്റൊരു സംശയമാണ്, മരിച്ച ആളുടെ ഫോട്ടോ വീട്ടിൽ സൂക്ഷിക്കുന്നത് തെറ്റുണ്ടോന്ന്. യാതൊരു തെറ്റുമില്ല. നമ്മുടെ പൂർവികരെ വരുന്ന തലമുറയ്ക്ക് തിരിച്ചറിയണമെങ്കിൽ അവരുടെ ഫോട്ടോ എങ്കിലും സൂക്ഷിച്ചാൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. നിങ്ങൾ കവടിയാർ കൊട്ടാരത്തിൽ പോയാൽ തിരുവിതാംകൂർ ഭരിച്ച രാജപരമ്പരയിൽപ്പെട്ട എല്ലാവരുടെയും ഫോട്ടോ കവടിയാർ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ ചെന്നാലും കാണാം. പിന്നീട് ഇപ്പൊ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വം വഹിച്ച ഒരാളാണ്. ആചാരത്തിൽ പറയുകയാണെങ്കിൽ ദുർമരണപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഈ മഹാത്മാജിയുടെ ചിത്രം ആലേഖനം ചെയ്ത നോട്ടുകളാണ് നമ്മളെല്ലാം ഉപയോഗിക്കുന്നത്. അത് ക്ഷേത്രങ്ങളുടെ ഭണ്ഡാരങ്ങളിൽ വരെ ചെല്ലുന്നത് ആ നോട്ടുകളാണ്. അതുപോലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും മഹാത്മാഗാന്ധിയുടെ ഫോട്ടോകളുണ്ട്. അതുപോലെ പല ചരിത്ര പുരുഷന്മാരുടെയും ഫോട്ടോകൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതുമൂലം ഒരു സ്ഥാപനങ്ങളും നശിച്ചിട്ടില്ല. ഈ ഭണ്ഡാരങ്ങളിൽ ഈ മരണപ്പെട്ട വ്യക്തിയുടെ ഫോട്ടോ പതിച്ച നോട്ടുകൾ സ്വീകരിക്കാമെങ്കിൽ പിന്നീട് നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ പൂർവികർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ സൂക്ഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പിന്നീട് ഇതിനകത്ത് ഉള്ള ഒരു നെഗറ്റീവ് വശം എന്തെന്നാൽ, ഒരു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ എപ്പോഴും നല്ല സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ പൂർണ്ണമായ മനസ്സോടു കൂടിയാണ് ഒരു അതിഥി ഒരു ഭവനത്തിലേക്ക് കടന്നു വരേണ്ടത്. ആ അതിഥി അവിടുന്ന് ആതിഥേയത്വം സ്വീകരിച്ച് തിരിച്ചു പോകുമ്പോഴും ആ സന്തോഷവും ആത്മനിർവൃതിയും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതാണ് അതിഥി ദേവോഭവ എന്നതുകൊണ്ട് ഒരു കുടുംബത്തിനുണ്ടാവുന്ന അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ. അന്നേരം ഒരു അതിഥി ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ
ആ കടന്നു വരുന്ന മുറിയിലേക്ക് അയാൾ ആദ്യം കാണുന്ന ഒരു മരിച്ച ആളുടെ ഫോട്ടോ ആണ് എങ്കിൽ അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, ആ ഒരു നെഗറ്റീവ് മാത്രമേ ഉള്ളൂ ആ ഒരു വിഷയത്തിലുള്ളത്. അത് നിങ്ങൾ ഒരു വീട്ടിലേക്ക് കയറി വരുന്നിടത്ത് വെക്കണമെന്നില്ല. മറ്റു മുറികളിലോ അല്ലെങ്കിൽ അല്പം സൈഡിലായിട്ട് വാതിൽക്കൽ ഉള്ള മുറിയിൽ തന്നെ വെക്കാം. എന്നാൽ കട്ടളപ്പടിക്ക് അഭിമുഖമായിട്ടല്ലാതെ മറ്റു സ്ഥലങ്ങളിലായിട്ട് അത് വെക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. മറ്റൊരു സംശയമാണ് മരണപ്പെട്ട ആൾക്കാര് ഉപയോഗിച്ച വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കാൻ പാടുള്ളൂ. എന്റെ വീഡിയോകൾ കണ്ടിട്ട് ഒരു സ്ത്രീ എന്നെ വിളിക്കുകയുണ്ടായി. അവരുടെ ഭർത്താവ് മരണപ്പെട്ടിട്ട് ഏകദേശം 3 വർഷമായി. ഭർത്താവിന്റെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, വസ്ത്രങ്ങൾ, അതുപോലെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പേഴ്സ് തുടങ്ങി അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം തന്നെ ഇവർ സൂക്ഷിച്ചു വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതോ ഒരു ആചാര്യനെ കണ്ടപ്പോൾ ആചാര്യൻ പറഞ്ഞു അതൊന്നും സൂക്ഷിച്ചു വെക്കാൻ പാടില്ല, അതെല്ലാം കൊണ്ടുവന്ന് കടലിൽ കളയണം, ഇതൊക്കെ ദോഷമാണ്, ആത്മാവിന്റെ സാന്നിധ്യം അവിടെ വീണ്ടും ഉണ്ടാകും എന്നുള്ള തരത്തിലേക്ക് പറഞ്ഞ് അവരെ ഭയപ്പെടുത്തി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ പൂർവികർ നൽകിയ സ്വത്തുക്കൾ അവരുപയോഗിച്ചതിന്റെ ബാക്കിയായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അവരുടെ ആഭരണങ്ങൾ. ഈ മരണപ്പെട്ട വ്യക്തിയുടെ കഴുത്തിൽ ഒരു 3-4 പോയിന്റ് ഒരു മാല ഉണ്ടായിരുന്നു. ഈ മാല മരണശേഷം എന്നാൽ പൂർവികർ ഉപയോഗിച്ചതല്ലേ, ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊണ്ട് കടലിൽ കളയുന്നില്ല. നമ്മുടെ പൂർവികർ ഉപയോഗിച്ച സ്വത്തുക്കൾ, അല്ലെങ്കിൽ അവരുപയോഗിച്ച പാത്രങ്ങൾ, അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച വസ്തുക്കൾ പലതും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാറുണ്ട് അല്ലെ. പിന്നീട് അവരുടെ ഉപയോഗിച്ച വളരെ തുച്ഛമായിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ വസ്ത്രങ്ങളോ, അവരുപയോഗിച്ചൊരു വടിയോ, അല്ലെങ്കിൽ അവരൊരു പേഴ്സോ, അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തുത ഒരു ഓർമ്മയ്ക്കായി സൂക്ഷിക്കുന്നത് കൊണ്ട് അതിൽ യാതൊരു തെറ്റുമില്ല. അത് തെറ്റായ ധാരണകളാണ്. അത്തരത്തിൽ തെറ്റായ ധാരണ സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട്. നിങ്ങൾക്കത് സൂക്ഷിച്ചു വെക്കാം, അത് നിങ്ങളുടെ ഓർമ്മകളാണ്. പിന്നീട് ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മരണപ്പെട്ടാല് ആ വ്യക്തിയുടെ ആത്മാവിന് പൂർണ്ണമായുള്ള മോക്ഷക്രിയകൾ നടത്തേണ്ടതുണ്ട്. അത് ഒരു ആത്മാവ് 360 ദിവസത്തിന് ശേഷമാണ് മോക്ഷഭാവത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഈ 360 ദിവസത്തിന് ശേഷം ഒരു രാശിചക്രം പൂർത്തിയാകുവാനുള്ള സമയമാണ് 360 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ 360 ദിവസങ്ങൾ പൂർത്തിയായതിനു ശേഷം ഈ ആത്മാവ് മോക്ഷത്തിലാണോ അല്ലെങ്കിൽ ബാധാഭാവത്തിലാണോ നിൽക്കുന്നത് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം. അത് ഒരു ജ്യോതിഷനെ കൊണ്ട് അല്ലെങ്കിൽ ആചാര്യനെ കൊണ്ട് ആ വിഷയത്തെ പറ്റി പ്രശ്നമാർഗി ചിന്തിക്കുകയും അത് മോക്ഷത്തിലല്ല എന്ന് നിൽക്കുന്നത് എന്ന് കണ്ടാൽ അതിന് വേണ്ട ക്രിയകൾ ചെയ്ത് അതിനെ മോക്ഷത്തിലാക്കുക. മോക്ഷത്തിലാക്കുക എന്ന് പറഞ്ഞാൽ ആ ആത്മാവിനെ എന്നേക്കുമായി ഇല്ലാതാക്കുകയല്ല, ആ ആത്മാവിൽ നിൽക്കുന്ന പ്രേത കലകളെ മാറ്റി സുഹൃത ക്ഷയങ്ങൾ, ആ മനുഷ്യ ആയുസിൽ ചെയ്ത സുഹൃത ക്ഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ പൂർവികർ ചെയ്ത സുഹൃത ക്ഷയങ്ങളുടെ ഫലമായിട്ടാണ് ചിലപ്പോൾ അതിന് മോക്ഷം കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ സുഹൃത സായുജാതി കർമ്മങ്ങൾ ചെയ്ത് ദേവകലകളെ അതിൽ ലയിപ്പിച്ച്, ദേവനെ ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദേവകലകളെ അതിലേക്ക് ലയിപ്പിച്ച് അതിനെ അനുഗ്രഹഭാവത്തിൽ നിർത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ വസ്തുത മനസ്സിലാക്കണം. ഒരിക്കലും ഒരു ആത്മാവിനെ ആവാഹിച്ചുകൊണ്ട് കളയുകയല്ല നിങ്ങൾ ചെയ്യുന്നത്. അതിനെ പ്രേതഭാകല മാറ്റി അതിനെ ദേവകലയായി ലയിപ്പിച്ച് മഹാവിഷ്ണുവിന്റെ പാദത്തിൽ ലയിപ്പിച്ച് അത് നിങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യമായി നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ദേവഭ്യോ നമ, അതുപോലെ തന്നെ പിതൃഭ്യോ നമ എന്നുണ്ട്. അപ്പൊ ദേവനെ വിളിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഗുരുകാരണവന്മാര് പിതൃക്കളുടെ അനുഗ്രഹവും കൂടെ നമുക്കുണ്ടാവണം. അപ്പൊ അവർ അനുഗ്രഹഭാവത്തിലേക്ക് നിർത്തപ്പെടുന്ന ഒരു ചടങ്ങാണ് ഈ പിതൃശുദ്ധി ക്രിയകൾ അല്ലെങ്കിൽ പിതൃമോക്ഷ കർമ്മങ്ങൾ എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും മഹാസുദർശന കർമ്മം നടത്തി മഹാസുദർശന ഹവന മധ്യത്തില് ഈ ആത്മാവിനെ ആവാഹനം ചെയ്ത് പ്രേത പൈശാചിക അവസ്ഥകളിൽ നിന്ന് ആ കലകളെ മാറ്റിക്കൊണ്ട് അവിടെ ദേവകലകളെ ലയിപ്പിച്ച് മോക്ഷം കൊടുക്കുകയാണ്. അത് ഒരു ആത്മാവിന് മോക്ഷം ലഭിച്ചിട്ടില്ലെങ്കിൽ അത്തരം ക്രിയകൾ ചെയ്ത് മോക്ഷപ്പെടുത്തുകയാണെങ്കിൽ ആ ആത്മാവ് ആ കുടുംബത്തിന് രക്ഷകനായിട്ട് അല്ലെങ്കിൽ കാവൽ നിൽക്കുന്ന ഒരു അനുഗ്രഹമായിട്ട് നിലനിൽക്കുമെന്നുള്ള വസ്തുത മനസ്സിലാക്കുക. അതുകൊണ്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളുണ്ട്. ആ തെറ്റിദ്ധാരണകൾ മൂലം സംഭവിക്കുന്ന ചില മാറ്റങ്ങളാണ്, നാം തിരിച്ചറിയേണ്ട വസ്തുതകളാണ് ഇതെല്ലാം. ഇവ മനസ്സിലാക്കി എല്ലാവരും മുന്നോട്ട് പോവുക. എവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.